ആ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവരുടെ സ്ത്രീ വിരുദ്ധതയെ കാണുകുറ്റി അടിക്കും. അപ്പൊ അവരില്ലാതെ അത് അവരുടെ ഒരു അസാന്നിധ്യം ഭയങ്കരമാണ്. കത്തിൽ നിങ്ങൾക്ക് ആ കത്തെടുത്തപ്പോ കത്തിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീയെ കാണാൻ പറ്റും. പലയിടങ്ങളിൽ ഇവര് പറയുന്ന എന്റെ കാമുകിയെ കാണാൻ പറ്റി, ഭാര്യയെ കാണാൻ പറ്റി. നിങ്ങൾ കണ്ട ഒരു സ്ത്രീയാണ്, നിങ്ങൾ കണ്ട ഒരു സ്ത്രീ. അതാണ് ഇതിന്റെ കാരണം. അപ്പൊ നിങ്ങളും അതിന്റെ ഒരു ക്യാരക്ടർ നടൻ പ്രേക്ഷകനും ഒരു അങ്ങനെയൊക്കെയുള്ള ചില സമ്പ്രദായങ്ങളുണ്ട്. ചില ഈ പ്രേക്ഷകനെ തളച്ചിടാനുള്ള ചില നമ്പറുകൾ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അല്ലേ? അതിങ്ങനെ ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഇതൊരു ആത്മഹത്യക്ക് മറ്റേ ഒരു നാളാണ്. നമ്മളുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾക്ക് നമ്മളുടെ വീടുകളിലും നമ്മളുടെ തൊഴിലിടങ്ങളിലും നമ്മളുടെ പരിസരങ്ങളിലും ഒരു ലിഫ്റ്റിനകത്ത് കടന്നു പോകുമ്പോൾ പോലും നമുക്ക് ജനാധിപത്യ ബോധമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മൾ എല്ലാ മനുഷ്യരും നമ്മളിടുന്ന വോട്ട് നമ്മൾ ഒരു രാവിലെ എടുത്ത് നമ്മുടെ ബാത്റൂമിൽ മാത്രമേ ജനാധിപത്യം ഉള്ളൂ. അത് നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രമാത്രം പേര് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. വലിയ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ ബോധമില്ലാത്ത 25 വർഷമായി അല്ലേ? നിങ്ങളുടെ നാടകം കാണാൻ ഇനി അടുത്ത ഷോ ഉള്ള സ്ഥലത്ത് വരണം. ഇന്ന് ഇനി 3-4 കുറച്ച് ഷോകൾ കൂടെ ബാക്കിയുണ്ട്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് അല്ല 8 മണിക്ക് നാടക് എന്ന് പറയുന്ന നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ ലോക നാടക ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അങ്കമാലിയിൽ രാത്രി 8 മണിക്ക് നാടകം കളിക്കുന്നുണ്ട്. ഇന്ന് 27-ാം തീയതി, 28, 29, 30 3 തീയതികളിലായിട്ട് തേവര SH കോളേജിൽ ഈ നാടകം അവതരിപ്പിക്കുന്നുണ്ട്. 31-ാം തീയതി കൊച്ചി ബിനാലയിൽ വൈകുന്നേരം 7 മണിക്ക്, എല്ലാ ദിവസവും 7 മണിക്ക്, ഇന്നത്തെ ദിവസം മാത്രം 8 മണിക്ക് നാടകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഈ നാടകത്തെ കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ വീട്ടുകാരോട്, നിങ്ങളുടെ അടുത്തുള്ള ആളുകളോടൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ വന്ന് ഈ നാടകം കാണാൻ പറഞ്ഞു. കൂട്ടത്തിൽ നിങ്ങൾ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളെ വീട്ടിൽ കാണാം. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളോടും നിങ്ങൾ കൃത്യമായിട്ട് ഈ നാടകത്തെ കുറിച്ച് സംസാരിക്കണം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതണം. പരമാവധി നിങ്ങളുടെ സൗഹൃദ ഇടങ്ങളിലൊക്കെ, നിങ്ങളുടെ ഇടങ്ങളിൽ ഇതുപോലെ ചെറിയ ആളുകൾക്ക് കൂടാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഞങ്ങളൊന്ന് നാടകം കളിക്കാൻ തയ്യാറാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഇടങ്ങളിലൊക്കെ വീട്ടിനകത്തും പുറത്തും ഒക്കെ നാടകങ്ങൾ കളിപ്പിക്കണം. നാടകങ്ങൾ കളിക്കാനുള്ള അവസരം ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മുടെ നാടുകളിൽ നിന്ന് നാടകം എപ്പോഴൊക്കെയോ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നാട്ടുകളിൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് പരമാവധി നമ്മുടെ നാടുകളിൽ നാടകത്തെ അവിടെ പട്ടിമറ്റത്ത് ആ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞതാണ്. അവിടെ പട്ടിമറ്റം, പെരുമ്പാവൂര് പട്ടിമറ്റം എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷത്തില് നാടകം കഴിഞ്ഞതിന് ശേഷം ചർച്ച കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിരിക്കുകയാണ്. അവിടെ നിരന്തരമായി ആ പരിസരങ്ങളിലുള്ള സ്കൂളുകളിലെ കുട്ടികളൊക്കെ നിരന്തരമായി ജില്ലാ സബ് ജില്ലാ കലോത്സവങ്ങളിലൊക്കെ നാടകങ്ങൾ വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ നാടക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അതുകൊണ്ട് ആ നാട്ടിൽ അങ്ങനെ ഒരു സാംസ്കാരിക ബോധമുണ്ട്. അപ്പൊ അത് നമ്മുടെ വരും തലമുറയ്ക്ക് കൂടെ പകർന്നു കൊടുക്കണം. അപ്പൊ അത് ഞങ്ങൾ മാത്രം പരിശ്രമിച്ചാൽ നടക്കില്ല. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെപ്പോലുള്ള ഒരുപാട് നല്ല മനസ്സുകൾ കൂടെ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് 12-13 വർഷവും കൊച്ചിയിൽ ഇത്ര എളുപ്പത്തിൽ കളിച്ചെടുക്കാൻ പറ്റും. ഞങ്ങളോടൊപ്പം നിൽക്കാൻ പ്രിയനെ പോലുള്ള, ബേബി സാറിനെ പോലുള്ള, അരുൺ സാറിനെ പോലുള്ള, അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഒരുപാട് ആളുകൾ കൂടെ കൂടിയതുകൊണ്ടാണ് നമുക്ക് നല്ല ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം തന്നത്. അപ്പൊ അത് തുടർന്നും ഉണ്ടാകട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ലക്ഷ്യം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം, നല്ല കടമുണ്ട്, 1-2 മോതിരമൊക്കെ ഞങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഒന്നുമല്ല, കാരണം അങ്ങനെയുള്ളൊരു ടീമാണ് ഞങ്ങൾ. അതൊക്കെയാണ് ഇത്. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യും. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു നിർത്തിയിരുന്നു, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായിരുന്നു സാംസ്കാരിക സദസ്സുകൾ, വൈകുന്നേരം പുസ്തകങ്ങൾ, കവിതകൾ, എല്ലാം നാടകങ്ങൾ,
കോഴിക്കോടൊക്കെ ചെന്ന മേൽഫിൽ പോരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നും അവിടേക്ക് പോകാത്തവരായി മാറിയിട്ട് എത്രയോ കാലമായി. നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ ഉത്സവപ്പറമ്പിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോകും, വിടും, അടിച്ചു ഓടിക്കും, പോരാ പോയി താരമെങ്കിലും ഒക്കെ എടുത്ത് ഊപ്പാട് വരടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി മുക്തി നേടാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പിള്ളേരെ ഒരു സുരക്ഷിതത്വം അതൊന്നും അവർക്ക് പ്രശ്നമില്ല. പക്ഷെ അത് കഴിഞ്ഞേച്ച് അവരൊരു സിനിമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അച്ഛനെ ആദ്യം ഉത്സവപ്പറമ്പിൽ തലേന്ന് താലോടിക്കാൻ പറഞ്ഞതാണ്. അതും ചെരുപ്പ് പോലും പറഞ്ഞതാണ്. നമ്മളുടെ മനുഷ്യൻ സാംസ്കാരിക ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് മനുഷ്യൻ പുതുക്കി പറയുന്നത്, പുതിയ സാധ്യതകളെ അന്വേഷിക്കണം. ഇതൊരു നോളജ് കൂടിയാണ്. നമ്മൾ എന്തൊക്കെയോ ചിലത് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്താണെന്ന് നമുക്കറിയില്ല. അതെപ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് തരുന്നത്. ആരതി അല്ലേ, പല്ലവി പണ്ട് നാടകം ചോദിച്ചു. പല്ലവിയെ എവിടേക്കോ നാടകം കണക്ട് ചെയ്യുന്നുണ്ട്.